നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു ഇന്നലെ. 400-ലധികം സീറ്റുകൾ നേടി മോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിലെത്തുമെന്ന് വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലം വന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP സാഹചര്യങ്ങൾ വിലയിരുത്തി. ഇന്ത്യ സഖ്യം 200 കടക്കില്ല എന്നാണ് പൊതുവെയുള്ള പ്രവചനം. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് എക്സിറ്റ് പോൾ സർവേ പറയുന്നു. 1 മുതൽ 3 സീറ്റ് വരെ BJP നേടാൻ സാധ്യത. വോട്ടെണ്ണലിന് 2 ദിവസം മാത്രം അവശേഷിക്കെ മുന്നണികളെല്ലാം വലിയ കണക്കുകൂട്ടലുകൾ ആണിപ്പോൾ. ഇപ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ദീപക് തരമണം, ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്, അതേപോലെ മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ബംഗളൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ്, ഇവരോടൊപ്പം ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കും എന്ന രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ ആറ്റിങ്ങൽ, ഈ 3 മണ്ഡലങ്ങളിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന സൂചനയാണ് വരുന്നത്. മിക്ക എക്സിറ്റ് പോളുകളും BJP അക്കൗണ്ട് തുറക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സീറ്റുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് ഈ BJP മുന്നിൽ പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഇന്നലെ വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJP ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എന്ന് തന്നെ പറയാം. ഇന്നലെ തന്നെ V മുരളീധരൻ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ അവരുടെ പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞു. ഒട്ടുമിക്ക സർവേകളിലും 0 മുതൽ 3 വരെ സീറ്റുകളാണ് BJPക്ക് പ്രവചിക്കുന്നത്. കുറെ അധികം ആക്യുറേറ്റ് ആയത് എന്ന് പറയുന്ന ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ പോലും 2 മുതൽ 3 വരെ സീറ്റ് BJPക്ക് പ്രവചിക്കുകയും ചെയ്യുന്നു. 2019 ഈ ആക്സിസ് മൈ ഇന്ത്യ ശക്തമായ പ്രവചനം നടത്തിയിട്ടുള്ളതാണ്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അവരുടെ പ്രവചനങ്ങൾ അച്ചട്ടായിരുന്നു. അവരും പ്രവചിക്കുന്നത് 2 മുതൽ 3 വരെ സീറ്റാണ്. പക്ഷേ BJP ക്യാമ്പ് അത്രയധികം ഒരു അമിത ആത്മവിശ്വാസത്തിലാണ് എന്ന് പറയാൻ വയ്യ. എന്തായാലും 1-2 സീറ്റുകൾ, തിരുവനന്തപുരം, തൃശൂർ സീറ്റുകളിൽ അവർ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ V മുരളീധരൻ പറഞ്ഞതും അങ്ങനെയാണ്. തിരുവനന്തപുരം, തൃശൂർ മണ്ഡലങ്ങളിൽ BJP കരുത്തറിയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹവും ചൂണ്ടിക്കാണിച്ചത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതം എന്ന് തന്നെയാണ് BJP ക്യാമ്പ് ഇപ്പോഴും ആവർത്തിച്ചുറപ്പിക്കുന്നത്. അവിടെ സ്ത്രീ വോട്ടർമാർ ധാരാളമായി വോട്ട് ചെയ്യുകയും അത് സുരേഷ് ഗോപിക്ക് ലഭ്യമാവുകയും ചെയ്തു എന്നുള്ളതാണ് BJP ക്യാമ്പ് വിലയിരുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് അവിടെ അപരിചിതനാണ് എങ്കിൽ പോലും അദ്ദേഹം വന്ന് ശശി തരൂരിന് പറ്റിയ എതിരാളിയായി മാറി എന്നും BJP ക്യാമ്പിന് വിലയിരുത്തലുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആറ്റിങ്ങലിൽ ഈ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി മത്സരിച്ച കാരണത്താൽ തന്നെ CPIക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട കേഡർ മുഴുവൻ ആറ്റിങ്ങലിലേക്ക് പോയതും ഗുണകരമായി മാറി എന്നുള്ളതാണ് വിലയിരുത്തൽ. കോൺഗ്രസിന്റെ പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളും ഒക്കെ തന്നെ ശശി തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വലിയ തോതിൽ അകന്നു നിന്നു എന്നൊരു വിലയിരുത്തലും BJPക്കുണ്ട്. ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരവും തൃശൂരും BJP അടിവരയിട്ടുറപ്പിക്കുന്നു. ഇനി ആറ്റിങ്ങലിലേക്ക് വരികയാണെങ്കിൽ വളരെ നിശബ്ദമായ പ്രചരണമാണ് ആദ്യഘട്ടം മുതൽ V മുരളീധരൻ നയിക്കുകയുണ്ടായത്. ഏതെങ്കിലും തരത്തിലുള്ള പോളറൈസേഷൻ അവിടെ ഉണ്ടാകരുത് എന്ന് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. V മുരളീധരൻ, അടൂർ പ്രകാശ്, അതോടൊപ്പം VK ജോയ്, ഈ 3 പേര് മത്സരിക്കുന്നു. ഈ 3 പേരും തുല്യ കരുത്തരാണ്. അതിനാൽ തന്നെ BJP അവരുടെ അടിസ്ഥാന വോട്ടുകൾ, കേഡർ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനുപരിയായി വന്നിട്ടുള്ള അനുഭാവികളുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ നിഷ്പക്ഷ വോട്ടുകൾ അതുകൂടി ഉണ്ടെങ്കിൽ ജയിച്ചു കയറാം എന്ന് BJP കണക്കുകൂട്ടുന്നു. 3 വരെ സീറ്റ് ഈ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ടെങ്കിലും 2 സീറ്റ് BJP സമ്പൂർണ്ണമായി ഉറപ്പിക്കുന്നു. ഇനി അറിയേണ്ടത് 4-ാം തീയതിയാണ് യഥാർത്ഥ റിസൾട്ട് എന്ത് എന്നുള്ളത്. എന്തായാലും വലിയ ആവേശം BJP ക്യാമ്പിലുണ്ട്. മാത്രമല്ല, ഈ വോട്ടിംഗ് പെർസെന്റേജ് കൂട്ടും എന്നുള്ള എക്സിറ്റ് പോൾ സർവേകളിലും BJP അതിയായ സന്തോഷത്തിലാണ്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ശ്രീകാന്താണ് ചേർന്നത്. ദേശീയ തലത്തിൽ തന്നെ വല്ലാത്ത ആത്മവിശ്വാസമാണ് ഇപ്പോൾ NDA മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്നാകെ എന്തു വന്നാലും NDA അധികാരത്തിൽ വരുമെന്നും 400 സീറ്റിനോട് അടുത്ത BJP മുന്നണി നേടുമെന്നും വന്നതോടെ വല്ലാത്ത ആത്മവിശ്വാസം എല്ലാ NDA മുന്നണി ക്യാമ്പുകളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഡൽഹിയിൽ നിന്ന് രാധാകൃഷ്ണൻ ദേശീയ തലത്തിലുള്ള ഈ സന്തോഷഭരിതമായ BJPക്കാരുടെ അല്ലെങ്കിൽ NDAയുടെ ആഹ്ലാദപരമായ നിമിഷത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ് രാധാകൃഷ്ണൻ. ഗുഡ് മോർണിംഗ് അഗെയിൻ. രാധാകൃഷ്ണൻ, എന്തൊക്കെയാണ് ഒരുപക്ഷെ ഇന്നലെ തന്നെ NDA ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസം, അതിനുപരി നരേന്ദ്രമോദി തന്നെ വോട്ടേഴ്സിനെ അഭിനന്ദിച്ച് പ്രസ്താവനയുമായി വന്നു. അപ്പോൾ പൊതുവെ യഥാർത്ഥത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി വിജയം കാണുന്നു എന്ന രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫല സൂചനയാണ് വന്നത്. പറയൂ.
എസ് കെ എൻ ഈ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം വളരെ കൃത്യമായിട്ട് ചെയ്ത വോട്ടിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുക പതിവാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയിട്ടുള്ള അവലോകനങ്ങളിൽ ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേകളിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില വിവരങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തെയും നേരിടാൻ മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യത്ത് അധികാരത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങളാണ് BJP പ്ലാൻ ചെയ്യുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമിത ആത്മവിശ്വാസമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള അത് അവസാന ഫലമാണ് എന്ന വിധത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകരുത്. മറിച്ച് BJP വളരെ കൃത്യമായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ചെറിയ കക്ഷികളെ പുതുതായിട്ടുള്ള കക്ഷികളെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. അതടക്കമുള്ള പരിപാടികളുമായിട്ടാണ് BJPയുടെ ഫ്ലോർ മാനേജർമാർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നലെ ഈ എക്സിറ്റ് പോൾ പ്രവചനം വന്നതിന് ശേഷം നമ്മൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കണ്ടിരുന്നു. അവരോട് ഈ അഭിപ്രായങ്ങളെല്ലാം ആരാഞ്ഞിരുന്നു. ആ ഘട്ടത്തിലൊക്കെ അവർ പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ്, ഇതിനേക്കാൾ മികച്ച ഫലം തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്, 400-ന് മുകളിലേക്ക് ലഭിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഔദ്യോഗികമായിട്ട് അങ്ങനെ പറയുമ്പോഴും അവർക്ക് ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ചില മേഖലകളിൽ, പ്രത്യേകിച്ച് ഉദാഹരണത്തിന് രാജസ്ഥാൻ അടക്കമുള്ള മേഖലകളിൽ ചില മന്ത്രിമാർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, കർണാടകം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായ ചില സംഭവങ്ങൾ, ഇതൊക്കെ തിരിച്ചടിയായിട്ട് മാറുന്ന സാഹചര്യമുണ്ടാകും. അത് BJPക്ക് ചില സീറ്റുകൾ കുറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. എന്നാൽ ഇതിനെ ആകെ മാറ്റിയെടുക്കാനായിട്ട് ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെയുള്ള സീറ്റുകൾ കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് സാധിക്കും എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല BJPയെ സംബന്ധിച്ച് അവരുടെ SK നേരത്തെ സൂചിപ്പിച്ച ആ സ്ട്രാറ്റജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായിട്ട് BJP ഇപ്പോൾ വിലയിരുത്തുന്നത് അടിത്തട്ടിൽ അവർ നടത്തിയിട്ടുള്ള പ്രചരണം അത് വിജയിച്ചു എന്നുള്ളതാണ്. ഈ വലിയ റാലികൾ നടത്തി കണ്ണഞ്ചിപ്പിക്കുന്നതിന് ഒപ്പം തന്നെ BJP ഗ്രൗണ്ടിൽ ഓരോ ഇടങ്ങളിലും വീടുകൾ കയറി നടത്തിയ സ്ക്വാഡ് വർക്കുകൾ അത് കൃത്യമായിട്ട് ഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJP കഴിഞ്ഞ തവണ പരാജയപ്പെട്ട 165 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സ്ക്വാഡ് വർക്കുകൾ പ്രധാനമായിട്ടും നടന്നത്. ഈ മണ്ഡലങ്ങളിലെ ഏതാണ്ട് എല്ലാ വീടുകളിലും 3 മുതൽ 5 വരെ തവണ BJPയുടെ ആളുകൾ എത്തുകയും BJPയുടെ കാര്യങ്ങൾ പറയുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഫലം ഉണ്ടാകുമെന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. മറുവശത്ത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി പറയുന്നത്, അവർ വിലയിരുത്തുന്നത് ഏത് സാഹചര്യവും നേരിടാൻ അവർ തയ്യാറാകുന്ന വിധത്തിലാണ് അവരുടെ തന്ത്രങ്ങളും അവരും പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണിയുടെ യോഗം ഇന്നലെ ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ അടക്കം, ഇന്ന് അദ്ദേഹം ജയിലിലേക്ക് മടങ്ങുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ പറയുന്നതും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഏത് വിധത്തിലുള്ള സാഹചര്യം വന്നാലും, അനുകൂലമായിട്ടുണ്ടാകുന്ന ഏത് സാഹചര്യം വന്നാലും അതിനെ മുതലെടുക്കാനും സർക്കാർ രൂപീകരിക്കാനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ ആ ഘട്ടത്തിൽ 4-ാം തീയതി അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വന്നാൽ 4-ാം തീയതി അവരുടെ യോഗവും ചേരും. അങ്ങനെ രണ്ട് കക്ഷികളും വളരെ ശക്തമായിട്ടുള്ള പ്രതീക്ഷയിൽ അവരവരുടെ തന്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. SK രാധാകൃഷ്ണൻ, ഷമീർ സുലൈമാൻ പറയുന്നു SKക്ക് ഈ എക്സിറ്റ് പോളിൽ വിശ്വാസമുണ്ടോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു. ഷമീർ സുലൈമാൻ, ഇതൊരു ഫലസൂചനയാണ്. അതായത് കുറേ സാമ്പിളുകൾ വെച്ച് നടത്തുന്ന ഫലസൂചന. അപ്പോൾ അതിനകത്ത് ശാസ്ത്രീയമായിട്ട് അത് ചെയ്താൽ ഫലം ഏതാണ്ട് കറക്റ്റാവും. പക്ഷേ എന്നാൽ ഈ നമ്മൾ സാമ്പിൾ എടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നോ വിശ്വാസമില്ലെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ചില എക്സിറ്റ് പോളുകളൊക്കെ തന്നെ വളരെ ശാസ്ത്രീയമായി ചെയ്യും, അത് ഫലം കാണുകയും ചെയ്യും. ഇനി നമുക്ക് കോഴിക്കോടേക്കാണ് ദീപക് തർമ്മട നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ഈ BJP മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിലും ഒരുപക്ഷെ ഇത് വല്ലാത്ത ആത്മവിശ്വാസം ഉണ്ടാക്കും. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ചരിത്ര സംഭവമാണ്. പറയൂ. SK, ഈ രാഷ്ട്രീയ പ്രബുദ്ധത ഏറെയുള്ള കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടും ചൂരും ഉള്ളത് മലബാറിലാണ്. ഈ എല്ലാ രാഷ്ട്രീയ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾക്കിടയിലെയും പ്രധാനപ്പെട്ട ചർച്ച ഇക്കുറി താമര വിരിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ LDF ക്യാമ്പും UDF ക്യാമ്പും ഉറപ്പിച്ചു പറയുന്നത് താമര വിരിയില്ല എന്നുള്ളത് തന്നെയാണ്. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അക്കൗണ്ട് തുറക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എക്സിറ്റ് പോൾ പല സൂചനകൾ അത് മറിച്ചാണ് എന്ന് കാണിക്കുമ്പോൾ അത് പുതിയൊരു ചർച്ചയ്ക്ക്, രാഷ്ട്രീയ ചർച്ചയ്ക്ക് നേതാക്കൾക്കിടയിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്
പക്ഷേ എന്നാൽ BJP നേതൃത്വം വലിയൊരു ആത്മവിശ്വാസമൊന്നും അതിനുശേഷം പ്രകടിപ്പിക്കുന്നില്ല. കാരണം പ്രത്യേകിച്ചും ഇന്നലെ ഈ എക്സിറ്റ് പോൾ ഫലം വന്നതിന് ശേഷം കെ സുരേന്ദ്രന്റെ പ്രതികരണം വന്നിട്ടില്ല. സാധാരണഗതിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പ്രതികരണം വരേണ്ടതാണ്, പ്രതികരണം വന്നിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വി മുരളീധരൻ പ്രതികരിച്ച് കഴിയുകയും ചെയ്തു. ഏതായാലും ഈ കാര്യത്തിൽ BJP നേരത്തെ തന്നെ പരസ്യമായി പറയുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ജയിക്കും, തൃശ്ശൂരിൽ എന്തായാലും ജയിക്കും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ കാത്തിരുന്നു കാണണം. എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ അതേപടി ആവർത്തനം അത് തന്നെ ബാലറ്റ് പോളിൽ ഉണ്ടാകുമോ എന്നുള്ളത്. ഏതായാലും നാളെ പിന്നിട്ട് മറ്റന്നാൾ ഈ സമയമാകുമ്പോഴേക്കും വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. മലബാറിലേക്ക് നോക്കുമ്പോൾ മലബാറിൽ LDF വലിയ പ്രതീക്ഷയിലാണ്. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ വലിയ പൂജ്യമാണ്. ആ പൂജ്യത്തിൽ നിന്നും എത്ര നേടാൻ സാധിക്കും എന്നുള്ളതിൽ വലിയ കണക്കുകൂട്ടലിലാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ പ്രതീക്ഷയുണ്ട്. വടകരയിലെ കാര്യത്തിൽ വിധി പ്രവചനാതീതമാണ്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടന്നു. പക്ഷേ എന്നാൽ വർഗീയമായ പ്രചരണങ്ങളും അതിനെ തുടർന്നുള്ള കേസുകളും പോലും ഉണ്ടായി. മാത്രവുമല്ല, ഇന്നലെ കോഴിക്കോട് ജില്ലാ കലക്ടർ ഒരു പ്രത്യേക യോഗം വിളിച്ചു. മാധ്യമപ്രവർത്തകർ പോലും വാർത്ത നൽകുമ്പോൾ കൃത്യമായ നിയന്ത്രണം പാലിക്കണം, സംഘർഷ സാധ്യതകൾ ഉണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഇന്നലെ DGP തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് പോലീസ് യോഗം നടക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പോരാട്ടം സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത കണക്കിലെടുത്ത് അത് തടയാനുള്ള മുൻകരുതലാണ് ഇലക്ഷൻ കമ്മീഷനും ഭരണകൂടവും പോലീസും എല്ലാം നടത്തുന്നത്. മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നാൽ പൊന്നാനി മണ്ഡലത്തിൽ ഇതുപോലെ തന്നെ വലിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ്. വിധി പ്രവചനാതീതമാകും എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ ലീഗിന് വലിയ രീതിയിലുള്ള മെജോറിറ്റി UDFനുള്ള ലീഗിന്റെ ഒരു തട്ടകമാണ് പൊന്നാനി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ രീതിയിൽ മലബാറിലെ വിധി പല മണ്ഡലങ്ങളിലും പ്രവചനാതീതമാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഷാഫിയെ കണ്ടപ്പോൾ വടകരയിൽ 80,000-ന് മുകളിൽ വോട്ടിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഷാഫി പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇടത് ക്യാമ്പാണെങ്കിൽ ശൈലജ ടീച്ചർ 25,000 വോട്ടിന് മുകളിൽ ജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ്. ഈ കണക്കുകൂട്ടലുകളിൽ എന്ത് സംഭവിക്കും? അതായത് സാധാരണഗതിയിൽ നമ്മൾ പറയും ഈ മനസ്സ് പിടിക്കാൻ പറ്റാത്ത കണക്കുകൂട്ടലുകളാണ് എന്ന്. അത്തരത്തിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ഈ സമസ്തയുടെ ഈ പ്രാവശ്യത്തെ UDFനോട് ഇടഞ്ഞു നിന്നത് വോട്ടിൽ പ്രതിഫലിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റന്നാൾ ബാലറ്റ് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പല മണ്ഡലങ്ങളിലും വിധി പ്രവചനാതീതമാണ്. എക്സിറ്റ് പോളുകളെ അതേപടി രാഷ്ട്രീയ നേതൃത്വം ശരിവെക്കുന്നില്ല, രഹസ്യമായി അവരുടെ അകത്തളത്തിൽ ശരിവെക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. SKN ദീപക് ധർമ്മടം, നമുക്ക് വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.